ഹലോ പ്രിയ പ്രേക്ഷകരെ, എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഒരു 4000 മണിക്കൂർ മോണിറ്റൈസേഷൻ കിട്ടിയതിന് ശേഷവും നമ്മൾ നിലനിർത്തണമോ? മോണിറ്റൈസേഷൻ ആയതിനു ശേഷവും നമ്മുടെ ചാനലിൽ 4000 മണിക്കൂർ വേണോ? അതല്ല, ഇപ്പൊ നിങ്ങൾ കഷ്ടപ്പെട്ട ഒരു വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടാകും. ഒരു പക്ഷെ ആ വീഡിയോസ് നിങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെടാത്ത ഒരു വീഡിയോസ് കയറി വൈറലായി അങ്ങോട്ട് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടിയതായിരിക്കാം. പക്ഷെ പിന്നീട് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ഒക്കെ കിട്ടിയതിന് ശേഷം തോന്നുകയാണ്, ഓക്കെ, ഈ വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് കളയാം എന്നുള്ളത്. അങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ, അതായത് 4000 മണിക്കൂർ കിട്ടിയ വീഡിയോസ് നിങ്ങൾ ഡിലീറ്റ് ചെയ്താൽ നിങ്ങളുടെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടുമോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ എന്നത് വെച്ചാൽ, പാക്കപ്പായി നമുക്ക് 4000 മണിക്കൂർ നിലനിർത്തണമോ എന്നുള്ളത്. അതുമല്ലെങ്കിൽ നമ്മൾ ലൈവ് ഒക്കെ ചെയ്ത് ഒരുപാട് ലൈവുകൾ ചെയ്യുന്നുണ്ട്, പലപ്പോഴും വാച്ചിങ് അവർ കിട്ടുന്നില്ല എന്നുള്ളത്. ഈ ഒരു 3 കാര്യത്തിന്റെയും ഉത്തരങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, കേട്ട ഉടനെ അങ്ങോട്ട് ഓടരുത്. മുഴുവനായി കൃത്യമായി കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാകൂ. അല്ലാതെ ഈ ഒരു വീഡിയോ 1 മിനിറ്റ് കേട്ടതിന് ശേഷം പോയതിനു ശേഷം അന്ന് അയാൾ അങ്ങനെ പറഞ്ഞു എന്ന് പറയരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് കിടക്കാം. ഒന്ന്, യൂട്യൂബിന്റെ നിയമപ്രകാരം 4000 മണിക്കൂർ പാക്കപ്പ് ഉണ്ടായിരിക്കണമെന്ന് നിയമമൊന്നുമില്ല. 4000 മണിക്കൂർ പാക്കപ്പ് ഇല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഡിലീറ്റ് ഉടനെ ചെയ്യണം, ടെർമിനേറ്റ് ചെയ്യണം എന്നൊരു നിയമമില്ല. പക്ഷെ 4000 മണിക്കൂർ പാക്കപ്പ് ഉള്ളത് നല്ലതാണ്. നിങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഡൗട്ടിന് ഞാൻ മറുപടി പറയാം. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും, 4000 മണിക്കൂർ എങ്ങനെയൊക്കെയോ നേടി, ഒരു വർഷം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ വാച്ചിങ് അവർ കുറയില്ലേ എന്നൊരു സംശയം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. തീർച്ചയായിട്ടും അല്ലെ, ഒരു വർഷം കഴിഞ്ഞാലും നമുക്കത് ആ 4000 പാക്കപ്പ് കൊണ്ട് നടക്കണ്ടേ? കാരണം പലരും വളരെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും 4000 മണിക്കൂർ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഇവിടെ ഒരു വർഷം കഴിഞ്ഞാൽ അത് കുറയില്ല, അപ്പൊ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും നഷ്ടപ്പെടില്ല. നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, മോണിറ്റൈസേഷൻ കിട്ടാനുള്ള മാനദണ്ഡം മാത്രമാണ് 1000 സബ്സ്ക്രൈബേഴ്സും 4000 മണിക്കൂറും എന്നുള്ളത്. ഓക്കെ, ഒന്ന്. രണ്ടാമതൊരു പ്രോബ്ലം വരുന്നത്, ഒരു വർഷം കഴിഞ്ഞാലും നിങ്ങൾ യൂട്യൂബിൽ ആക്റ്റീവായി ഇരിക്കുക എന്നുള്ളതാണ്. മെയിൻ ആയിട്ട് നിങ്ങൾ യൂട്യൂബിൽ ആക്റ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ വീഡിയോ 6 മാസത്തിനുള്ളിൽ കമ്മ്യൂണിറ്റി പോസ്റ്ററിൽ പോലും ഒരു പോസ്റ്റർ പോലും പോസ്റ്റ് ചെയ്യാതിരുന്നാൽ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 4000 മണിക്കൂർ നിർബന്ധമാണ് പാക്കപ്പ് എന്നുള്ള ഒരു ഘട്ടമുണ്ട്. അത് ആർക്കൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു റീയൂസഡ് കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ 4000 മണിക്കൂർ പാക്കപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പീൽ ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ കഴിയും. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുകൂടെ മനസ്സിലാക്കുക. 4000 മണിക്കൂർ, ഒരു പക്ഷെ 90 ദിവസം കഴിഞ്ഞാലും നിങ്ങൾക്ക് കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 4000 മണിക്കൂർ പാക്കപ്പ് അവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിനുവേണ്ടി പ്രത്യേകം കഷ്ടപ്പെടേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് എല്ലാ വീഡിയോസും നിങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാക്കപ്പ് ഉണ്ടാവില്ല. അപ്പൊ പഴയതുപോലെ 4000 മണിക്കൂർ ഉണ്ടാക്കിയതിന് ശേഷമായിരിക്കും പിന്നീട് അപ്ലൈ ചെയ്യേണ്ടി വരിക എന്നുള്ളത്. ഈ ഒരു ഡിഫറൻറ്റ് പ്രത്യേകം മനസ്സിലാക്കുക എന്നുള്ളതാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും എന്നുള്ളതും ഇപ്പോഴും ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു. 4000 മണിക്കൂർ പാക്കപ്പ് ഉണ്ടായിരിക്കണമെന്ന് യൂട്യൂബിൽ ഒരു നിയമമില്ല എന്നുള്ളത്. പക്ഷെ നിങ്ങൾ യൂട്യൂബിൽ ആക്റ്റീവായി വീഡിയോസ് ഇട്ടുകൊണ്ട് ഇരിക്കുക എന്നുള്ളതാണ്. റീച്ച് ഉണ്ടോ, റീച്ച് ഇല്ലയോ, വ്യൂസ് ഉണ്ടോ, വ്യൂസ് ഇല്ലയോ എന്നുള്ളത് ഇതിനെ ബാധിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം. ഓക്കെ, ഇനി നിങ്ങൾ അവിചാരിതമായി നിങ്ങൾ 4000 ഒരു യൂട്യൂബ് നിങ്ങൾ എന്തൊക്കെയോ വീഡിയോസ് ഇട്ട് യൂട്യൂബ് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആയതിനു ശേഷം നിങ്ങൾക്ക് തോന്നുകയാണ്, ഈ വീഡിയോസ് ഒന്നും അയ്യോ, എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടിയ വീഡിയോസ് പോലും അത്ര നല്ല വീഡിയോസ് അല്ല, ഡിലീറ്റ് ചെയ്ത് കളയാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിലീറ്റ് ചെയ്ത് കളയാം. നിങ്ങൾക്ക് 4000 മണിക്കൂർ തീർച്ചയായിട്ടും നിങ്ങൾ തുടർച്ചയായി അതുമായി ബന്ധപ്പെട്ടിട്ട് വീഡിയോസ് ഇട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടിയ വാച്ചിങ് അവർ അല്ല, പിന്നീട് നിങ്ങൾക്ക് ലഭിക്കുന്ന വാച്ചിങ് അവർ ഒക്കെ കണക്ക് കൂട്ടിയാൽ ഒരു പക്ഷേ 4000 ഉണ്ടാകാം. അതൊന്ന്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, പെട്ടെന്ന് 4000 ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ മോണിറ്റൈസേഷൻ ആ വീഡിയോസ് എല്ലാം ഇത് ചെയ്താൽ പോലും ഉടൻ തന്നെ നിങ്ങളുടെ മോണിറ്റൈസേഷൻ കട്ടാകില്ല എന്നുള്ളത് മനസ്സിലാക്കുക. കുറച്ച് സമയമൊക്കെ യൂട്യൂബ് തരും. അതായത് ചിലപ്പോൾ 6 മാസം വരെ സമയം കിട്ടാം. ചിലപ്പോൾ യൂട്യൂബിന്റെ റിവ്യൂ, ഇങ്ങനെ നമ്മുടെ ചാനലൊക്കെ റിവ്യൂ ചെയ്യുമ്പോൾ യൂട്യൂബ് ഇത് കണ്ടെത്തിയാൽ ഉടൻ തന്നെ നമുക്കൊരു 90 ദിവസമോ 30 ദിവസമോ അവർ നമുക്ക് തന്നിട്ട് നമ്മളോട് അവർ പറയും. ഇവിടെ മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ആ ഇഷ്ടപ്പെടാത്ത വീഡിയോസ് നിങ്ങൾക്ക് ചെയ്തു വെക്കാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ, അത് നിങ്ങൾക്ക് പ്രൈവറ്റ് ആക്കുകയോ അൺലിസ്റ്റഡ് ആക്കി വെക്കുകയോ ചെയ്യാം. തീർച്ചയായിട്ടും ആ വീഡിയോസ് ജനങ്ങൾ കാണില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ഇഷ്യൂസ് വരുന്ന, ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ തന്നെ നിങ്ങൾ അത് പബ്ലിക് ആക്കുക. ആ വീഡിയോസ്, അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത 4000 മണിക്കൂർ നിങ്ങൾക്ക് കിട്ടിയ ചില വീഡിയോസ് ഉണ്ടെങ്കിൽ അത് പബ്ലിക് ആക്കുക. മോണിറ്റൈസേഷൻ നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, അൺലിസ്റ്റഡ് ആക്കി വെച്ചാലോ പ്രൈവറ്റ് ആക്കി വെച്ചാലോ ഒരിക്കലും വാച്ചിങ് അവറിൽ കണക്ക് കൂട്ടില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെയാണ് ഞാൻ മൂന്നാമതൊരു കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞത്.
ഒരുപാട് പല സഹോദരിമാരും പലപ്പോഴും ലൈവുകൾ ഇടുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ. 8 മണിക്കൂറൊക്കെ ലൈവ് ചെയ്യുന്ന ആളുകളുണ്ട് യൂട്യൂബേഴ്സ്. അപ്പൊ അവർക്കൊക്കെ എപ്പോഴാണ് ഇതിനുള്ള സമയം എന്ന് പോലും എനിക്കറിയില്ല. കാരണം 8 മണിക്കൂർ നിർത്താതെ മൊബൈലിൽ തന്നെ അത്രയും പാക്കപ്പ്, ഒരു ബാറ്ററി പാക്കപ്പ് ഉള്ള ഒരു മൊബൈലോ എന്നുള്ളത് പോലും സംശയിക്കുന്നു. എനിവേ, ഇവിടെ ഞാൻ പറയുന്നത് പലരും ലൈവ് ചെയ്തിട്ട് പോലും വാച്ചിങ് അവർ കിട്ടുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? നിങ്ങൾ പലപ്പോഴും ലൈവ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വീഡിയോസ് അല്ലെങ്കിൽ ലൈവുകൾ നിങ്ങൾ അൺലിസ്റ്റഡ് ആക്കി വെക്കുകയോ പ്രൈവറ്റ് ആക്കി വെക്കുകയോ ചെയ്യരുത്. അത് പബ്ലിക് ആക്കി ഇടുക തന്നെ വേണം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിലവിൽ പബ്ലിക്കായി നിൽക്കുന്ന വീഡിയോസിന്റെ വാച്ചിങ് അവർ മാത്രമേ യൂട്യൂബ് പരിഗണിക്കൂ എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ വൈകുന്നേരം വരെ നിങ്ങൾ ഒരു മൺകുടത്തിൽ വെള്ളം കോരുകയും വൈകുന്നേരം തന്നെ ആ മൺകുടം എറിഞ്ഞു പൊട്ടിക്കുന്നത് പോലെ തന്നെയാണ് ഇതും എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഇട്ട വീഡിയോസിന്റെ വാച്ചിങ് അവർ നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം സ്റ്റിൽ ലൈവ് ആയിട്ട് വാച്ചിങ് അവർ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്ര പേര് കണ്ടല്ലോ അത്ര പേര് കണ്ടല്ലോ എന്ന് കരുതി ആ വീഡിയോസ് നിങ്ങൾ അൺലിസ്റ്റഡ് ആക്കി വെക്കുകയോ ചിലർ ഡിലീറ്റ് വരെ ചെയ്യുന്നവരുണ്ട്. അത്തരം കാര്യത്തിൽ കൊണ്ടൊന്നും നിങ്ങൾക്ക് വാച്ചിങ് അവർ കിട്ടില്ല. ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക എന്നുള്ളതാണ്. 4000 മണിക്കൂർ പാക്കപ്പ് ഉണ്ടെങ്കിൽ പോലും 6 മാസം ഒരു ആക്ടിവിറ്റീസും മൊബൈലിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നടന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മോണിറ്റൈസേഷൻ കട്ടാകും എന്നുള്ളതും, അതുപോലെ തന്നെ 4000 പാക്കപ്പ് ഇല്ലെങ്കിൽ ഉടനെ തന്നെ കട്ടാവില്ല എന്നുള്ളതും. ഈ 4000 മണിക്കൂർ നിങ്ങൾ അത്തരം കാര്യങ്ങളിൽ വലുതായി ഒരുപാട് വീഡിയോസ് ഇടാത്തവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു പക്ഷേ ആ വീഡിയോസ് ഡിലീറ്റ് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ വീഡിയോസ് ഇട്ടിട്ടായിരിക്കില്ല നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടിയിട്ടുണ്ടാകുക പലപ്പോഴും. അപ്പൊ നിങ്ങൾ അത് അൺലിസ്റ്റഡ് ആക്കി വെക്കുകയോ പ്രൈവറ്റ് ആക്കിയോ വെച്ച് കഴിഞ്ഞാൽ ഉപകാരം എന്തെന്ന് വെച്ചാൽ പെട്ടെന്നൊരു റീയൂസഡ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു വീഡിയോസ് അവിടെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അസ്ത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കാരണം ആ വീഡിയോസ് ഉടനെ തന്നെ പബ്ലിക് ആക്കി കഴിഞ്ഞാൽ 90 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് 4000 മണിക്കൂർ ഒപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. കാരണം അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ 90 ദിവസത്തിനുള്ളിൽ 4000 മണിക്കൂർ കിട്ടിയിട്ട് വേണം റീയൂസ്ഡ് കണ്ടന്റിന് വേണ്ടി നിങ്ങൾക്കെതിരെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു സമയം നിങ്ങൾക്ക് ലാഭിക്കാം എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും 4000 മണിക്കൂർ പാക്കപ്പ് നല്ലതാണ്, 4000 മണിക്കൂർ പാക്കപ്പ് വേണം. എന്നിരുന്നാലും തുടർച്ചയായി വീഡിയോസ് ഇടുന്നവർക്ക് ഇത് ബാധിക്കില്ല എന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. മറ്റൊരു കാര്യം, ലൈവ് ആയാലും മെയിൻ വീഡിയോസ് ആയാലും വാച്ചിങ് അവർ വേണം എന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് അൺലിസ്റ്റഡ് ആക്കി വെക്കുകയോ പ്രൈവറ്റ് ആക്കി വെക്കുകയോ ചെയ്താൽ ഒരിക്കലും നിങ്ങൾക്ക് വാച്ചിങ് അവർ കിട്ടില്ല എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. ലൈവ് ആയിരിക്കുന്ന വീഡിയോസിന് മാത്രമേ യൂട്യൂബ് എന്ത് തരൂ, വാച്ചിങ് അവർ ആയി പരിഗണിക്കൂ എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് മോണിറ്റൈസേഷൻ ആയാലും അല്ലെങ്കിലും എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ നിങ്ങൾക്ക് ഉപകാരം എന്ന് തോന്നുന്ന പുതിയൊരു വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.